എനിക്ക് ഒരു അബിയോട് സ്നേഹം ആത്മാർത്ഥാണ്. അബി എന്താ മനസ്സിലാക്കാത്ത, അബി എങ്ങനെയും ഒഴിവാക്കാൻ നോക്കാന്നൊക്കെ. അവൻ നന്നാവുന്നു. ക്രൂരമായിട്ടുള്ള വില്ലത്ര എനിക്കില്ല. എനിക്കിങ്ങനെ കുശുമ്പ് അല്ലെങ്കിൽ എല്ലാം എനിക്ക് കിട്ടണം, കുറച്ച് സെൽഫിഷ്നെസ്, കുറുമ്പൊക്കെ കുറച്ച് കൂടുതൽ. നവ്യക്ക് ആൾക്കാരെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവില്ല. അതായത് ഇപ്പം നയന നല്ലതാണ് നല്ല ആ ഒരു സ്വഭാവം അങ്ങനെ എനിക്കില്ല. നവ്യയായിട്ട് കുറേ സിമിലാരിറ്റീസ് അനുഷ്ഠിക്കുന്നുണ്ട്, കുറേ ഇല്ല. എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാത്തിനും റിയാക്ട് ചെയ്യേണ്ട കാര്യമില്ല, അതും കാര്യമില്ലാത്ത കാര്യമാണ്. പക്ഷെ റിയാക്ട് ചെയ്യേണ്ട ചില സ്ഥലം ഉണ്ടല്ലോ, അത് റിയാക്ട് ചെയ്യണം. ചില സമയങ്ങളിൽ നമ്മൾ മിണ്ടാതിരിക്കുന്നതായിരിക്കും നല്ലത്, അല്ലേ? കിൽ ബില്ല് പോലത്തെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ എപ്പോൾ വരുന്നുണ്ടോ കിൽ ബില്ല്. നവ്യക്ക് ഒരു കഴിവുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. എന്താ? ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ് കേട്ടോ. ഇയാളുടെ ഒറിജിനൽ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല, വേറൊരു പേരുണ്ട്, പത്തരമാറ്റിലെ നവ്യ. അതെ, നിങ്ങളുടെ സ്വന്തം അനൂഷയാണെന്ന് നമ്മളോടൊപ്പം ഉള്ളത്. ഹലോ, വെൽക്കം ടു ദി ഷോ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? അനൂഷ എന്ന് പറയുന്നതിനെക്കാട്ടിലും നല്ലത് നവ്യ എന്ന് പറയുന്നതല്ലേ? പത്തരമാറ്റിലെ നവ്യ ആൾക്കാർ അറിയണത്. അതായത് നവ്യ ഇപ്പൊ പുറത്തു പോയി കഴിഞ്ഞാലും അനൂഷ എന്നുള്ള പേര് ആർക്കും അറിയില്ല. ആർക്കും അറിയില്ല തോന്നുന്നു എനിക്ക്. ശരിക്കും എങ്ങനെ ഈ പത്തരമാറ്റിലേക്ക് ഇങ്ങനെ ഓഫർ വരുന്നത്? അതോ ഇങ്ങനെ നമ്മൾ ഓൾറെഡി അഭിനയിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്ന ആളാണോ, അങ്ങനെ ചാൻസ് വന്നപ്പോൾ അഭിനയിച്ചാണ്? എങ്ങനെ എന്താ പറയുക, എനിക്ക് ചെറുപ്പം തൊട്ടിട്ട് ഇങ്ങനെ സിനിമ ചെയ്യണം, അഭിനയിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം. ഒരു 6th 7th തൊട്ടിട്ട് ആക്ടിങ് ആണ് എൻ്റെ പാഷൻ. പക്ഷെ വീട്ടുകാർ എന്തായാലും നല്ല എഡ്യൂക്കേഷൻ വേണം. ഞാൻ MBA കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ എഡ്യൂക്കേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്തു. അതിൻ്റെ ഇടയിൽ 1-2 സിനിമ ചെയ്തിട്ടുണ്ട്. ഒരു സിനിമ റിലീസാവാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ ആ സിനിമേൻ്റെ ഷൂട്ടിൽ ഒരു ഇതേപോലെ ഒരു ആൾ കണ്ടിട്ട് നമ്മൾ ഏഷ്യനെറ്റിൽ ഇങ്ങനെ റെഫറൻസ് അയച്ചു കൊടുത്തത്, അങ്ങനെ ഒരു സീരിയൽ വരും എൻ്റെ ഫോട്ടോ. അപ്പോൾ ഏഷ്യനെറ്റിൽ നിന്ന് എനിക്ക് കോൾ വന്ന് അങ്ങനെയാണ്. പിന്നെ ഏഷ്യനെറ്റ് ആണെന്ന് കേട്ടപ്പോൾ പിന്നെ ചെയ്യാം, എന്തായാലും ചെയ്ത് നോക്കാം. ഇപ്പൊ ഒരു ട്രെൻഡ് ഉണ്ട്, അതായത് സീരിയലിൽ വന്ന് നല്ല അടിപൊളി ക്യാരക്ടറൊക്കെ ചെയ്ത്, അതായത് ഭയങ്കര അത്യാവശ്യം അക്സെപ്റ്റൻസ് ഒക്കെ കിട്ടിയിട്ട് നേരെ സിനിമയിലേക്ക് പോകുന്ന ഒരു സംഭവം ഉണ്ട്. ഇനി അങ്ങനെ പോവോ? ഞാൻ സിനിമ ഇട്ടിട്ട് സീരിയൽ വന്ന് സിനിമ ഇനി അങ്ങോട്ട് പോവല്ലേ? എനിക്ക് അഭിനയിക്കണം, അതാണ് എൻ്റെ എൻഡ് ഓഫ് ദ ഡേ, അതാണ് എൻ്റെ ആഗ്രഹം. അപ്പം അതിപ്പോൾ സീരിയലാണെങ്കിലും സിനിമയാണെങ്കിലും ചെറിയ വ്യത്യാസമുണ്ട്. ഓബിയസ്ലി മേക്കിങ്ങിലും നമ്മുടെ പെർഫോമൻസിലൊക്കെ നമ്മുടെ ഒരു എന്താ പറയുക ഡിഗ്രി വ്യത്യാസമുണ്ട്, മീറ്റർ അതൊരു വ്യത്യാസമുണ്ട്. പക്ഷെ രണ്ടും ആക്ടിങ് അല്ലേ, അപ്പോൾ രണ്ടും ചെയ്യണം തന്നെയാണ്. സിനിമ എന്തായാലും ചെയ്യണം. അതെനിക്ക് തോന്നുന്നു സിനിമയിൽ അഭിനയിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ഓഡിയൻസിന്റെ ഒരു സപ്പോർട്ട് കിട്ടുന്നത് സീരിയൽ ക്യാരക്ടറാണ്. കാരണം അവര് ഡെയിലി കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, അങ്ങനെ തോന്നിയിട്ടുണ്ട്. നമ്മുടെ സ്ക്രീൻ ടൈം വളരെ കൂടുതലല്ലേ. അതെ അതെ. എപ്പോ എവിടെ പോയി ഇപ്പൊ മാസ്ക് ഇട്ട് പോയിക്കാൻ ചില സമയത്തൊക്കെ നമുക്ക് തോന്നും മനസ്സിലാവില്ല, മേക്കപ്പ് ഒന്നും ഇടാണ്ട് മാസ്ക് ഒക്കെ ഇട്ട് പോയി കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇത്ര കണ്ടാലും മനസ്സിലാവും. അത്രയും ആ ഒരു റെക്കഗ്നിഷൻ ഉണ്ട്. അത് സിനിമേനേക്കാളും കൂടുതലാണ് തോന്നുന്നു. ലൈക്ക് സിനിമയിൽ നമ്മൾ നല്ലൊരു പൊസിഷനിൽ എത്തണം, അത്രയും ആ ഒരു പബ്ലിസിറ്റി ഒക്കെ കിട്ടാൻ. സീരിയലിൽ നമ്മൾ എന്നും കാണില്ലേ അവര്, അപ്പൊ ആ ഒരു റെക്കഗ്നീഷൻ കൂടുതലാണ്. അതെ അതെ. നിങ്ങളുടെ ഈ അഭി നവ്യ പെയറുണ്ടല്ലോ ഇപ്പൊ, അതായത് നയനെ ആദർശം പോലെ തന്നെ സെയിം ലെവലിലാണ് അഭി നവ്യ നിൽക്കുന്നത്. ആ ഒരു പെയറിന് ഭയങ്കര സപ്പോർട്ടാണ്. അതായത് രണ്ടുപേരും ഏകദേശം ഒരുപോലെ ആണെങ്കിലും അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ പെയർ കൊള്ളാം അടിപൊളിയാണെന്നൊക്കെ? ഞങ്ങൾ സെറ്റിൽ ഇപ്പോഴും പറയും, അതായത് ഞങ്ങളുടെ ഒരു ബേസിക് റിയൽ സ്വഭാവം കുറെ സെയിം ആണ്. അതായത് ഫുൾ ടൈം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അബിയുടെ സ്വഭാവം റിയൽ ടൈം, അതായത് ലൈക്ക് ശരിക്കുള്ള സ്വഭാവം. എപ്പോഴും എന്തെങ്കിലും ഇങ്ങനെ കോമഡി ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും മിമിക്രി ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എന്നിട്ട് നിങ്ങൾ ഒരു അച്ഛനുണ്ടാക്കിയതാണോ, അതായത് നിങ്ങൾ എങ്ങനെ റിയൽ ലൈഫിൽ ഞങ്ങളുടെ സ്വഭാവത്തിൽ ഭയങ്കര സിമിലാരിറ്റീസ് ഉണ്ട്. അങ്ങനത്തെ കുറെ കാര്യങ്ങൾ സിമിലാരിറ്റീസ് ഉണ്ട്. പിന്നെ സീരിയലിൽ ഒബ്വിയസ്ലി രണ്ടുപേരുടെയും സ്വഭാവം അത്ര അടിപൊളിയല്ലാത്തോണ്ട് ചേർന്ന് പോകും. ഇപ്പൊ പക്ഷെ എനിക്ക് ഒരു അബിയോട് സ്നേഹം ആത്മാർത്ഥാണ് സീരിയലില്. പക്ഷെ അത് അവനില്ല എന്നൊക്കെ. അബി എന്താ മനസ്സിലാക്കാത്ത, അബി എങ്ങനെയും ഒഴിവാക്കാൻ നോക്കാന്നൊക്കെ മനസ്സിലാക്കുന്നില്ല. ഒഴിവാക്കാൻ നോക്കിക്കൊണ്ടിരിക്കും. എനിക്ക് തോന്നുന്നത് ഈ പത്തരമാറ്റ് സീരിയലിന്റെ പ്രത്യേകത മെയിൻ ആയിട്ട് ഈ കോസ്റ്റ്യൂം, ഓർണമെന്റ്സ്, അതാണെന്നല്ലേ അട്രാക്ട് ചെയ്യുന്ന സംഭവങ്ങൾ. ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഓഫ് ആ ഒരു രീതിയിൽ. അപ്പൊ എങ്ങനെയാ അങ്ങനത്തെ കോസ്റ്റ്യൂംസ് തന്നെ സെലക്ട് ചെയ്തിട്ടാണോ? എല്ലാവരും പറയാറുണ്ട്. അതായത് എനിക്ക് തോന്നുന്ന ലൈക്ക് ഒരു മേജർ പെർസെൻറ്റേജ് ഓഫ് ആൾക്കാർ നമ്മൾ എന്തിടുന്നു അല്ലെങ്കിൽ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ആൾക്കാർക്ക്. അത് എല്ലാവരും ഇപ്പോൾ കാണുമ്പോഴും പറയും ആ സാരി നന്നായിരുന്നു, എനിക്ക് ഈ സാരി നന്നായിരുന്നു. ഇപ്പോൾ ഈവൻ കമൻസിലാണെങ്കിലും ഈ സാരി എവിടുന്നാ ചേച്ചി എടുത്തത് അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റോറി അല്ലേ. ഇപ്പോൾ അനന്തപുരി എന്ന് പറയുന്നത് വളരെ ഭയങ്കര റിച്ച് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ടീമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഫാമിലി ആകുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് കോസ്റ്റ്യൂം
ഇട്ടേ പറ്റുള്ളൂ. അതാണ് ഞാൻ പൊതുവെ ബേസിക്കലി എനിക്ക് അങ്ങനെ ഒരുപാട് ഓർണമെന്റ്സ് അല്ലെങ്കിൽ അങ്ങനെ ഡ്രസ് ചെയ്യാൻ ഇഷ്ടമല്ല. എനിക്ക് നോർമൽ സിമ്പിൾ ആയിട്ട്. കുറെ ഫാൻസ് ഉണ്ട് പത്തനംതിട്ടയിലെ സാരിക്കും ഓർണമെന്റ്സിനൊക്കെ. ഇപ്പൊ നവ്യ തന്നെ, അത് ഞാൻ നവ്യ എന്നാട്ടോ വിളിക്കുന്നത്, അനൂഷാന്ന് എനിക്ക് വരുന്നില്ല, നവ്യ എന്നാ കൂടുതലും വരുന്നത്. അപ്പൊ ഇൻസ്റ്റഗ്രാമിൽ റീല് ഷെയർ ചെയ്യുമല്ലോ, അപ്പൊ റീല് ഷെയർ ചെയ്യുമ്പോൾ അതിന്റെ താഴെ കമന്റ്സ് വരും, ഇതെന്താ സാരിയുടെ പരസ്യമാണോ ചോദിക്കും. നമ്മള് സീനിലൊക്കെ നിൽക്കുമ്പോൾ 3 പേര് അതാണെങ്കിൽ നിങ്ങളൊരു ടീം കുറെ ആൾക്കാരുണ്ടല്ലോ, അപ്പൊ ഇങ്ങനെ അതിന്റെ താഴെ കൂടുതൽ സാരിയുടെ പരസ്യമാണോ, ഇവര് ഫുൾ മേക്കപ്പ് ആണ്, അങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷെ ഐ തിങ്ക് ആ ഒരു ഇതിന് എന്താ പറയാ, ദാറ്റ് ഈസ് ഹൗ ഇറ്റ്. അതായത് ആ സീരിയലിന്റെ മെയിൻ തിങ് അതാണെന്ന് തോന്നുന്നല്ലേ. അപ്പൊ അത് കാരണം അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ഒരു പോപ്പുലാരിറ്റി ഉണ്ട്. സോ വൈ നോട്ട്. അതെ, നബിയുടെ സാരിക്കൊക്കെ ഇഷ്ടം പോലെ ഫാൻസ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ കോസ്റ്റ്യൂമിനോട് ഭയങ്കര ഇഷ്ടമുള്ള ആളാണോ? എനിക്ക് വലിയ ഇപ്പൊ സീരിയൽ ഇല്ലെങ്കിൽ ഞാനിതൊന്നും ചെയ്യൂല. അതായത് എനിക്ക് അങ്ങനെ സാരി എടുക്കാൻ ഇഷ്ടമാണ് എനിക്ക് പേഴ്സണലി. പക്ഷെ ലൈക്ക് അത് ഭയങ്കര റെഡി ആവണ്ടേ, ഭയങ്കര കമ്മലും മാലയും ഭയങ്കര റെഡി ആവണ്ടേ. അങ്ങനെ എനിക്ക് റെഡി ആവശ്യമില്ല. കുറച്ചുകൂടെ സിമ്പിളായിട്ട് ഇപ്പം ഞാൻ ഇട്ടേക്കുന്നത് അങ്ങനെയൊക്കെ റെഡി ആവുന്ന എനിക്കിഷ്ടം. പക്ഷെ അത് ആ ക്യാരക്ടറിന് നവ്യാണെങ്കിൽ വളരെ ബ്യൂട്ടി കോൺഷ്യസ് ആണ്, എപ്പോഴും ഒരുങ്ങി സൗന്ദര്യം ഞാൻ എന്ത് ചെയ്യും പറഞ്ഞു നടക്കുന്ന ഒരു ക്യാരക്ടറല്ലേ. അപ്പൊ പിന്നെ പക്ഷെ ഒരു കാര്യമുണ്ട്, അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആക്ട് ചെയ്യാൻ തോന്നില്ല. അതായത് റിയൽ ലൈഫിലും ഇയാൾ ഇങ്ങനെ ആയിരിക്കുമല്ലോ നമുക്ക് ഇങ്ങനെ തോന്നും കണ്ടു കഴിഞ്ഞാൽ. റെഡി ആവുന്നത് ഇഷ്ടമാണ്, അതായത് ഭംഗിയായിട്ട് നടക്കുന്ന ഇഷ്ടമാണ്. പക്ഷെ ഓർണമെന്റ്സിൽ എനിക്ക് അങ്ങനെ വലിയ ക്രേസ് ഇല്ല, ടൂ മച്ച്. എനിക്ക് തോന്നി നമ്മളിപ്പോൾ സീരിയലുകാർ കുറച്ച്, അതായത് എപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അതായത് ഫുൾ മേക്കപ്പ് ആണ്. അത് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, ഉറങ്ങുകയാണെങ്കിൽ പോലും അവർ മേക്കപ്പ് ചെയ്തിട്ടാണ് ഉറങ്ങുക. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു ഇപ്പോഴും കുറച്ചൊക്കെ മാറിയെങ്കിലും ഇപ്പോഴും അങ്ങനെ മാറിയില്ല. അതിനെ കുറിച്ച് എന്താ പറയാ, ഈ മേക്കപ്പ് ഒക്കെ ചെയ്ത് കിടന്നുറങ്ങാന്ന് പറയുമ്പോൾ? അതിപ്പോ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ആ ഒരു സീരിയൽ അല്ലെങ്കിൽ ആ ഒരു ടീം നമ്മുടെ എന്ത് എക്സ്പെക്ട് ചെയ്യുന്നു, നമുക്കതാണ് അവർ ഇങ്ങനെയാണ് ചെയ്യുന്നത്, നമ്മൾ അങ്ങനെ ചെയ്യും. രണ്ടാമത്തെ കാര്യം, കുറച്ചൊക്കെ നമുക്ക് നമ്മുടെ ക്യാരക്ടറിലേക്ക് ആ റിയലിസ്റ്റിക് ആയിട്ടുള്ള സംഭവങ്ങൾ കൊണ്ടുവരാം. അപ്പം ഞാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ നൈറ്റ് സീൻസൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നൈറ്റ് ഡ്രസ്സിലാണ് ഇടുന്നത്. അത് എൻ്റെ ക്യാരക്ടറിന് ഓക്കെയാണ്. ആദ്യം കുറച്ചുകൂടെ അങ്ങനെ നടക്കുന്ന ഒരു ഇതാവുകൊണ്ട് എനിക്കത് ഓക്കെയാണ്. പക്ഷെ കുറേ പേർക്ക് മേ ബി ആഗ്രഹം ഉണ്ടെങ്കിലും അങ്ങനെ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതാണ് അതിൻ്റെ സംഭവം. നമുക്ക് പറഞ്ഞത് നമ്മൾ ചെയ്തു. ഇങ്ങനെ നമ്മളോട് പറയൂ, നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞാലും അങ്ങനെ പറയലുണ്ടോ, ഇങ്ങനെ വേണം ഈ ക്യാരക്ടറിന് അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്? എനിക്ക് തോന്നുന്നില്ല എൻ്റെ സീരിയലിൽ. കാരണം ഡയറക്ടറോട് ഇപ്പോൾ എന്തെങ്കിലും സജഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ടർ പറയും അത് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്, ഞാൻ എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യും. ഇപ്പോൾ ഞാൻ നൈറ്റ് ഡ്രസ്സ് ആക്കിയത് ഞാൻ അങ്ങനെ തന്നെയാണ്. ഞാൻ ചോദിക്കുന്നത് നൈറ്റ് ഡ്രസ്സ് ഇട്ടോട്ടെ എന്നുള്ള ചോദിച്ചപ്പോൾ ഓക്കെ, എൻ്റെ ക്യാരക്ടറിന് അത് ഓക്കെ ആവുകൊണ്ട് മേ ബി ചിലപ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ലായിരിക്കും. ടു മച്ച് മോഡേൺ ആയിട്ട് നൈറ്റ് ഡ്രസ്സ് ആസ് പെർ ദ ക്യാരക്ടർ നമുക്ക് സീരിയലായി ചെയ്യാൻ പറ്റില്ലായിരിക്കും. അപ്പൊ എനിക്കത് ഓക്കെ ആവുകൊണ്ട് ഞാൻ സേഫ് ആയിട്ട് ഞാനത് ചെയ്തു. അതെ, പക്ഷെ എനിക്ക് തോന്നുന്നു ഓഡിയൻസിന് കുറെ പേർക്ക് അത് ഡൈജസ്റ്റ് ആവുന്നുണ്ട്, കുറച്ച് പേർക്ക് ആവുന്നില്ല. പറയാറുണ്ട്, ഇപ്പോഴും പറയാറുണ്ട് ബാക്കിയൊക്കെ ശരി, പക്ഷെ നിങ്ങൾ ഈ ഉറങ്ങുന്ന സമയത്ത് എന്തിനാ ഈ സാരി എടുക്കുന്നേ, പട്ട് സാരി എടുക്കുന്നതെന്ന് പറയാറുണ്ട്. അത് അങ്ങനെയാണെന്നൊക്കെ. അതെ, എനിക്ക് നമുക്ക് ആസ് എൻ ആക്ടർ നമുക്ക് ചെയ്തോട്ടെ ചോദിക്കാം, ചെയ്യാൻ സമ്മതിച്ചാൽ നമുക്ക് ചെയ്യാം. ചെയ്തോട്ടെ എന്ന് ചോദിക്കേണ്ടത് ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഇതാണ്, ഉത്തരവാദിത്തമാണ്. ലൈക്ക് നമ്മുടെ ക്യാരക്ടർ ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം ഇതിങ്ങനെ ചെയ്തോട്ടെ, പിന്നെ അവിടെ നിന്ന് യെസ് കിട്ടിയാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ശരിക്കും നിങ്ങൾ ലൊക്കേഷനിൽ ഭയങ്കര അടിപൊളിയാണല്ലേ. ഞാനിങ്ങനെ റീൽസ് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു വേറെ ഒരു സീരിയലുകാരും ഇങ്ങനെ റീൽസ് ചെയ്യുന്നില്ലെന്ന്. ഫുള്ള് അടിച്ചുപൊളിയാണല്ലേ എല്ലാവരും. നമ്മുടെ സെറ്റിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരേപോലെ. അങ്ങനെ എപ്പോഴും അവിടെ ചോദിക്കും. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിളാണ്, സീരിയൽ സ്റ്റാർട്ട് ചെയ്ത നന്ദാവനൊക്കെ, ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞതിൻ്റെ മുന്നേ സീരിയൽ ഞങ്ങൾ 3 സിസ്റ്റേഴ്സ് എപ്പോഴും ഭയങ്കര കൂട്ടം, ഒരുമിച്ചിരിക്കും, ഒരുമിച്ച് കഴിക്കും, അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും പറയുന്നു കാണാൻ കുറച്ച് ദിവസം ഉണ്ടാവുള്ളൂ എന്ന് കാണാൻ. പക്ഷെ എല്ലാ സീരിയലിലും അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷെ നമ്മൾ ഇപ്പോഴിപ്പോൾ ഒരു 1.5 വർഷം ആവാറായി. 1.5 വർഷമായിട്ട് ഇപ്പോഴും നമ്മൾ തമ്മിൽ ഇതുവരെ അങ്ങനെ ഒരു അടി ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ എല്ലാവരും ഒരേപോലെ ഒത്തുവന്ന്, എല്ലാവരും കൂതറകളാണ് സത്യം. എല്ലാവരും ഒരേ ഒരു വേവ് ലെങ്ത്തിൽ ഒരേ മൈൻഡ് സെറ്റുള്ള, അതുകൊണ്ട് അടിപൊളിയാണ് സെറ്റിൽ നമുക്ക്. അല്ലെങ്കിൽ ഒരാളിപ്പോൾ സീരിയസ് ആണ്, അല്ലെങ്കിൽ ഒരാൾ നമ്മൾ റോങ് ആയിട്ട് എടുക്കുന്ന ടൈപ്പാണെങ്കിൽ നമുക്കൊരു ബ്ലോക്ക് ഉണ്ടാവില്ല. പക്ഷെ അവിടെ അങ്ങനെയില്ല. അതിന്റെ താഴെ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ കമന്റ്സ് ശ്രദ്ധിക്കുമല്ലോ, പറയണേ ഇവര് സീരിയലില് കീരിയും ബാബുവാണ്, പക്ഷെ അല്ലാത്ത ടൈമിൽ എല്ലാവരും ഒരു അങ്ങനത്തെ ഒരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു കുശുമ്പ് അങ്ങനത്തെ സംഭവങ്ങളേ ഇല്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നു, ഡ്രസ്സ് എടുത്ത് തരുന്നു, ഇത് തരുന്നു, അങ്ങ് ചെയ്ത് തരുന്നു, അങ്ങനെ അങ്ങനത്തെ ഒരു സെറ്റാണ്. അടിപൊളി. ഇപ്പോൾ നമ്മുടെ ഡയറക്ടർ ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ കൺട്രോളർ ആണെങ്കിലും ആരാണെങ്കിലും അങ്ങനെ. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ എപ്പോഴും അങ്ങനെയാണോ, എപ്പോഴും ഓളമാണ്.
ഫുൾ ടൈം ഫുൾ എനർജിയാണെന്നല്ലേ. അതെ, ഇപ്പൊ നമ്മള് ഈ സീരിയലിൽ തന്നെ ഇപ്പോ ചില ക്യാരക്ടേഴ്സ് പകുതി വഴിയിൽ വെച്ച് മാറും. അതായത് അവരെന്തെങ്കിലും ടൈം എടുത്ത് ബ്രേക്ക് എടുത്തു പോകും. ഇപ്പൊ പത്തരമാറ്റിലേക്ക് വരുമ്പോൾ മെയിൻ ക്യാരക്ടർ ആദർശ് സ്റ്റാർട്ടിങ്ങിൽ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ മാറുമ്പോൾ അതായത് ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല. ഓക്കെ, നമ്മൾ ഇത്രയും കാലം കണ്ട ഒരു ക്യാരക്ടർ പെട്ടെന്ന് ഒരു സഡൻ ആയിട്ട് മാറുകയാണ്. അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ലേ? നിങ്ങൾക്കും അങ്ങനെ ഫീൽ ചെയ്തിരുന്നു? അതായത് ഇപ്പൊ അഭിനയിച്ചുകൊണ്ടിരുന്ന ഒരാള് മാറുമ്പം അത് എന്താ പറയാ, സീരിയലില് നമ്മള് സിനിമ എടുക്കുന്ന പോലെയല്ലോ. ലൈക്ക് ഇപ്പൊ ഡെയിലി ഒരു ദിവസം നമ്മൾ ഒരു 2 എപ്പിസോഡ് ഷൂട്ട് ചെയ്യും. ലൈക്ക് ഒരു മന്തിൽ നമ്മൾ എത്ര എപ്പിസോഡ്സാണ് ഷൂട്ട് ചെയ്യുന്നത്, ഇറ്റ് ഹാസ് ടു കണ്ടിന്യൂ അല്ലേ. സിനിമ മാതിരി അല്ലല്ലോ. അപ്പോൾ നമ്മളിത് പോകുമ്പോൾ എന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ അല്ലെങ്കിൽ എനി റീസൺ, അപ്പോൾ പല റീസൺസും കൊണ്ടാണ് ചിലപ്പോൾ ആ ഒരു ആക്ടർക്ക് മാറേണ്ട ആവശ്യമെല്ലാം ഉണ്ടാവുമായിരിക്കും. മേ ബി ബെറ്റർ ഓപ്പർച്യൂണിറ്റി കിട്ടി പോവായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ചാനൽ വൈസ് മാറ്റുന്നതായിരിക്കാം. അങ്ങനെ എന്ത് റീസണോ, ചിലപ്പോൾ ഒരു ഹെൽത്ത് ഇഷ്യൂ ആയിരിക്കാം. പക്ഷെ ദിസ് ഹാസ് ടു മൂവ് ഓൺ, അതല്ലേ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ സീരിയലിൽ പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പിന്നോട്ട് ലൈക്ക് മുന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പല സീരിയലിലും അങ്ങനെ മാറിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ എഫക്റ്റ് ചെയ്തിട്ടില്ല. മേ ബി ആ ഒരു ടൈമിൽ ആൾക്കാർ പറ്റൂല, അങ്ങനെ ചെയ്യില്ല, ഇനി കാണില്ല എന്നൊക്കെ പറയുമെങ്കിലും എഗെയിൻ ദേ സ്റ്റാർട്ട് വാച്ചിങ്. അതുകൊണ്ടാണ് അത് അങ്ങനെ നടക്കുന്നത്. ഒട്ടും അൺഅക്സെപ്റ്റബിൾ ആയിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യില്ല. അതാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞ് ഞങ്ങളുടെ പിന്നെ അതിൽ ശരിയായിക്കോളും. ആ ഒരു ടൈമിൽ ആ സമയത്ത് ഇപ്പൊ നിതിൻ എന്ന് പറഞ്ഞ ഒരു ആക്ടറാണ് അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവൻ മാറിയപ്പോ നമുക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അയ്യോ വേണ്ട, അങ്ങനെ ശരിയോ അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ ഗോട്ട് യൂസ് ടു ഇറ്റ്. അതാണ്. അതെ, ഇപ്പോ അനൂഷ ഓൾറെഡി സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ സിനിമയിൽ അഭിനയിക്കുന്നത് സീരിയൽ അഭിനയിക്കുന്നത് എളുപ്പം? എനിക്ക് തോന്നിയിട്ടുള്ളത് സീരിയലിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഭയങ്കര എന്താ പറയുക മൾട്ടി ടാസ്കിങ് ആയിരിക്കും. കാരണം സീരിയലിന്റെ പേസ് ഭയങ്കര ഫാസ്റ്റാണ്. നമുക്ക് സിനിമയിൽ നമുക്ക് എന്താ കഥാപാത്രം അറിയാം, കഥാപാത്രത്തിൻ്റെ ലെയേഴ്സ് അറിയാം, സ്ക്രിപ്റ്റ് അറിയാം, നമുക്ക് അതിന് വേണമെങ്കിൽ റിഹേഴ്സൽസ് ഉണ്ടാവും, നമുക്ക് അതിന് പ്രിപ്പയർ ചെയ്യാം, നമുക്ക് മൊത്തത്തിൽ അറിയാം എന്താണ് ആ ക്യാരക്ടർ എന്നുള്ളത്. പക്ഷെ സീരിയലിൽ വരുമ്പോൾ നമുക്ക് അന്ന് എടുക്കാൻ പോകുന്ന സീൻസ് ചിലപ്പോൾ അപ്പോഴായിരിക്കും കിട്ടുന്നത്, ചിലപ്പോൾ മുന്നേ എഴുതി കിട്ടുമായിരിക്കും, ചിലപ്പോൾ അപ്പോഴാവും കിട്ടിയിട്ടുണ്ടാവുക. ഇമോഷണൽ കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യും. കാരണം ഓർഡേഴ്സിലായിരിക്കും ഒട്ടും പോകുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ നമ്മുടെ സാറ് ക്ലബ് ചെയ്തിട്ടാണ് നമ്മൾ സീൻസ് എടുക്കുന്നത്. അപ്പോൾ ഒരേ സ്ഥലത്ത് നിന്ന് 3-4 സീൻസ് എടുക്കും. അപ്പോൾ ആ 4 സീൻസ് ഓരോ അവിടുന്ന് ഇവിടുന്ന് ക്യാമറയിൽ നിന്ന് ഒക്കെ എടുക്കുമ്പോൾ നമുക്കിതിൻ്റെ ഇമോഷണൽ കണ്ടിന്യൂറ്റി എന്താ, പിന്നെ സ്ക്രിപ്റ്റ് പെട്ടെന്ന് മനസ്സിലാക്കണം, അത് പറയണം. പ്രോംപ്റ്റിംഗ് ഉണ്ടെങ്കിൽ കൂടെ ഫസ്റ്റ് ടൈം കേട്ടിട്ട് പറയുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ സിനിമയിൽ ആകെ 2 സിനിമ അഭിനയിച്ചിട്ടില്ല. അതിൻ്റെ എക്സ്പീരിയൻസിലായി പറയുന്നത് സീരിയലിനേക്കാളും എളുപ്പമായിരുന്നു സിനിമ അഭിനയിക്കാൻ. സീരിയലിൽ എൻ്റെ അമ്മയെ ലൈക്ക് ഭയങ്കര ഫാസ്റ്റാണ്. നമ്മൾ ഡ്രസ്സ് മാറ്റുന്നു, നമ്മൾ അഭിനയിക്കുന്നു, അപ്പളേക്ക് സീൻ ഒരു ദിവസം തന്നെ കുറെ ഷൂട്ട് ചെയ്യൂല്ലേ? അതായത് കുറെ സീനുകൾ 10-15 സീനുകൾ എടുക്കും. സിനിമയിൽ 3-4 സീൻസൊക്കെ എടുക്കുമായിരിക്കും. പക്ഷെ ആ സ്ഥാനത്ത് ഒരു 10-15 സീൻസൊക്കെ എടുക്കുക പറയുമ്പോൾ അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. പിന്നെ കുറച്ചുകൂടെ ഒക്കെ റിയലിസ്റ്റിക് ആയിട്ട് അഭിനയിക്കാം. ഞൊടിയിടയിലെ ഭാവങ്ങൾ മാറി വരണല്ലേ? ചിലപ്പോ ചിരിച്ചിരിക്കും, ചിലപ്പോ സങ്കടപ്പെട്ടിരിക്കും. അങ്ങനെയാണ്. ഇപ്പൊ ശരിയായിട്ടുണ്ടായിരിക്കും അല്ലേ? അതായത് ഇപ്പൊ കരയാൻ പറഞ്ഞപ്പോ കരയോ? കരയാനൊക്കെ പറ്റും. അതായത് പണ്ട് ഗ്ലിസറിനൊക്കെ വേണം, ഇപ്പൊ കരയാനൊക്കെ പറ്റും. ഇപ്പൊ സെറ്റായി. അതാണ് ലൈക്ക് രണ്ടും 2 രീതിയാണ്. ഈ ഫീൽഡിലേക്ക് വന്നില്ലെങ്കിൽ എന്താ ചെയ്യാ? അതോ MBA പഠിച്ച് ഞങ്ങള് ബിസിനസ് ചെയ്യാൻ പോവോ? ബിസിനസ് ചെയ്യാനല്ല, എനിക്ക് അതായത് വീട്ടിൽ നിന്ന് സമ്മതം കിട്ടിയപ്പോ കുറച്ച് ലേറ്റായി. ഓ, എന്താ സീരിയൽ ആയതുകൊണ്ടാണോ? അങ്ങനെയാണ്? അല്ല, അതായത് അഭിനയം ഞാൻ പറഞ്ഞു 6th 7th ആ സമയത്താണ് എനിക്കിതിങ്ങനെ. അപ്പോൾ തൊട്ടിട്ട് ഞാൻ അഭിനയിക്കട്ടെ. പക്ഷെ സമ്മതം കിട്ടി വന്നപ്പോൾ എൻ്റെ MBA എത്തി. അത്രയും ടൈം എടുത്തു. പക്ഷെ കാരണം MBA എത്തിയപ്പോഴേക്കൊക്കെ അവർക്ക് മനസ്സിലായി ഞാൻ ബോൾഡാണ്, ഞാൻ കാര്യങ്ങളൊക്കെ നോക്കി കണ്ട് ചെയ്തോളും. അതായത് ആ ഒരു എന്താ പറയുക ഒരു കോൺഫിഡൻസ് വരില്ലേ, ആ കോൺഫിഡൻസ് വന്നപ്പോൾ MBA ആയി. പിന്നെ അത് അപ്പോഴേക്ക് കൊറോണ വന്നു, 2 വർഷം വീട്ടിലിരുന്ന് അതൊക്കെ കഴിഞ്ഞിട്ട് സിനിമയ്ക്കൊക്കെ എത്തിയപ്പോൾ ഈ പ്രായം. എന്താ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പറഞ്ഞേക്കുന്നത്? അതായത് എന്താ ഇങ്ങനെ അതായത് അഭിനയിക്കാന്ന് പറയുമ്പോൾ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിരുന്നു? അതായത് പേടിയാണ്. ലൈക്ക് ഒബ്വിയസ്ലി അതാണ് അവരുടെ പ്രശ്നം. ലൈക്ക് പേടിയാണോ, ശരിയാവില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതെന്നൊക്കെ, എന്തെങ്കിലുമൊക്കെ പോയി പെടുവോ, ഇങ്ങനത്തെയൊക്കെ ടെൻഷൻസ് ആണ്. ലൈക്ക് പാരൻസ് അവർക്ക് ഉണ്ടാവുമല്ലോ, അത് സംഭവമായിരുന്നു. പക്ഷെ കിട്ടി വന്നപ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ എന്തായാലും ഇവർ സമ്മതിക്കില്ല, എന്നാ പഠിച്ച ജോലിയിൽ ജീവിക്കണ്ടേ. MBAക്ക് ലോണൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ പഠിച്ച് നല്ല ജോലിയൊക്കെ കിട്ടി ജീവിക്കാന്ന് അങ്ങനെ വിചാരിച്ചു. കിട്ടി. അപ്പോഴേക്ക് വനിതയുടെ കവകളായിട്ടൊരു സംഭവത്തിൽ കിട്ടി. അത് കിട്ടിയപ്പോൾ എൻ്റെ വീട്ടുകാർ ചോദിച്ചു, പാവം ഇത്ര കൊല്ലം ആഗ്രഹിച്ച് നടക്കുകയല്ലേ, എന്നാ പിന്നെ പാവം അഭിനയിച്ചോട്ടെ. അങ്ങനെയാണ്. അതെ, വെറുതെ ഇരിക്കുമ്പോഴൊക്കെ എന്താ ചെയ്യുക? അതായത് ഇപ്പൊ ബ്രേക്ക് വരുമല്ലോ, ഷെഡ്യൂൾ ബ്രേക്ക് വരുമല്ലോ, അപ്പൊ എന്തായാലും ഒരു 10 സിനിമ. എനിക്ക്
സീരീസ് കാണുക. എന്നെ അവിടെ സെറ്റിൽ എല്ലാവരും പറയും ഭ്രാന്താണെന്ന്. അതിന് എനിക്ക് എപ്പോഴും ഡെയിലി ഇപ്പോൾ ഷൂട്ട് ഉണ്ടെങ്കിലും എനിക്ക് കാണണം, എന്തെങ്കിലും സിനിമ കാണണം അല്ലെങ്കിൽ എന്തെങ്കിലും സീരീസ് കാണണം. എനിക്ക് ഒരു ദിവസം ബ്രേക്ക് കിട്ടി ഞാൻ അപ്പലൂല് പോകും, PVR പോകും, സിനിമ കാണും. അതാണ് എൻ്റെ മെയിൻ. സിനിമയാണ് ഇഷ്ടം. സിനിമ സീരീസ് എനിക്ക് അങ്ങനെ കണ്ടോണ്ടേ ഇരിക്കണം. അതെ, വേറെ ക്രിയേറ്റീവ് ആയിട്ട് ഒന്നും ഇങ്ങനെ ചെയ്യല്ല, വരയ്ക്കും അങ്ങനെ എന്തെങ്കിലും? വരയ്ക്കും, ഡാൻസ്, പിന്നെ കവിത ഒക്കെ എഴുതും. കവിത എഴുതും, ശ്രദ്ധിക്കൂ, നവ്യ നല്ലൊരു കവിത എഴുതുന്ന ആളാണ്. അത് സ്കൂളിൽ നിന്ന് കിട്ടിയൊരു ഇതാണ്. KV കേന്ദ്ര വിദ്യാലയത്തിൽ പഠിച്ചപ്പം അവിടുന്ന് കിട്ടിയൊരു ഇതാണ് പോയം റൈറ്റിംഗ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അത് ഇഷ്ടമാണ്, പിന്നെ എഴുതാൻ ഇഷ്ടമാണ്, അതൊക്കെയാ അങ്ങനെയുണ്ട്. പക്ഷെ കിട്ടിയാൽ ഫസ്റ്റ് തിങ് സിനിമ അല്ലെങ്കിൽ സീരീസ് കാണുക, അതന്നെ ആയിരിക്കും. ബാക്കിയൊക്കെ ഇങ്ങനെ മൂഡിനനുസരിച്ച് എപ്പോഴും ഒന്നും എഴുതാനും ഇതൊന്നും പറ്റൂല. ഇനി ഒരു സെഗ്മെന്റ് ആണ്, ഞാൻ ചെറിയൊരു കുറച്ച് പണി തരാം. ഒന്നുമില്ല, ഞാൻ ഈ സീരിയലിലെ ക്യാരക്ടേഴ്സിന് അവരുടെ ആ ക്യാരക്ടറിന്റെ പേര് തന്നെ പറയുള്ളൂ, എന്നാലും ഓഡിയൻസിന് മനസ്സിലാവുള്ളൂ. അപ്പൊ അവരെ കുറിച്ചിട്ട്, അതായത് 10ൽ എത്ര മാർക്ക് കൊടുക്കുന്നു പറയണം. അതുപോലെ അവരെ കുറിച്ചുള്ള, അതായത് അവരുടെ ക്യാരക്ടർ എങ്ങനെയാണ് അങ്ങനെ പറയണം. റിയൽ ലൈഫ് ക്യാരക്ടർ എങ്ങനെയാണ്, അതായത് 10 ഔട്ട് ഓഫ് എത്ര കൊടുക്കും. എന്ത് കാര്യത്തില്? അതായത് നവ്യ കൊടുക്കുന്ന ഒരു മാർക്ക് ഉണ്ടാവുമല്ലോ. ഇപ്പൊ നവ്യക്ക് ഞാൻ 10ൽ ഒരു 9 തരുവാണ്. അപ്പൊ ഞാൻ പറയണം അതിന്റെ റീസൺ എന്താന്ന് പറയണം. ഓക്കെ, മനസ്സിലായില്ലേ? ഓക്കെ, ഫസ്റ്റ് തന്നെ നയന. മെയിൻ ആളെ തന്നെ ആദ്യം ഞാൻ ഇട്ടിട്ടുണ്ട്, നയന. റിയൽ ലൈഫില് ഭയങ്കര എന്താ പറയാ, എന്ത് പറയണ, ഭയങ്കര പാവാണ്. അതായത് പെട്ടെന്ന് എല്ലാത്തിനും അയ്യോ ഇതങ്ങനെ, അല്ലെങ്കിൽ ഭയങ്കര സോഫ്റ്റ് ആണ്. അങ്ങനെ ആൾക്കാരോട് എനിക്ക് പെട്ടെന്ന് ദേഷ്യമൊക്കെ വരും. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും, അല്ലെങ്കിൽ ഞാൻ റിയാക്ട് ഒക്കെ ചെയ്യും. അവൾ കുറച്ചും കൂടെ ഒരു എന്താ പറയുക, ഇങ്ങനെ ക്ഷമിച്ചിട്ട് അങ്ങനെയൊക്കെ സംസാരിക്കുന്ന ടൈപ്പാണ് ഞാൻ. അപ്പൊ എത്ര മാർക്ക് കൊടുക്കും? മാർക്ക് 10 മാർക്ക് തന്നെ കൊടുക്കും. 10 മാർക്ക് കൊടുക്കും. അല്ല, 9 മതി. ഞാൻ അവളോട് എപ്പോഴും പറയണ്ട, ചില സമയത്ത് നമ്മൾ പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറയണം, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അപ്പൊ നമ്മൾ ഭയങ്കര ഇതായിട്ടൊന്നും ഇരുന്നിട്ട് കാര്യമില്ല, അപ്പൊ 9 മതി. അങ്ങനെ ശരിക്കും സീരിയലിലെ ക്യാരക്ടർ പോലെ തന്നെയാണല്ലേ ഇപ്പൊ? സീരിയല് കുറച്ചുകൂടെ ഉണ്ട്, എന്നാലും ചില സമയത്തൊക്കെ കുലസ്ത്രീ അല്ല കേട്ടോ, ഷീ ഈസ് ബോൾഡ്. പക്ഷെ ചില സംഭവങ്ങള്, അതായത് ഇങ്ങനെ അതാണ് സ്ഥായി. എപ്പോഴും കളിയാക്കും, ഇതാണ് അവളുടെ സ്ഥായി ഭാവം. ഇനി അനിയത്തി നന്ദു. നന്ദുവിന് 10 എടുക്കും. നന്ദുവിന് 10? എന്താ കാരണം? നന്ദുവിന് 10 കൊടുക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കുറച്ചും കൂടെ സിമിലർ ആയിട്ടുള്ള, അതായത് നമ്മുടെ രണ്ടുപേരുടെയും പേഴ്സണൽ സ്വഭാവം നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു ജെല്ലാവുന്ന, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും, അതായത് പെട്ടെന്ന് നമുക്ക് നോക്കിയാലൊക്കെ ഇങ്ങനെ മനസ്സിലാവില്ലേ, ജസ്റ്റ് ഒരു നോട്ടത്തിൽ മനസ്സിലാവും. അപ്പോൾ നമ്മൾ തമ്മിൽ ഭയങ്കര കണക്ഷനാണ്, അത് തുടക്കം മുതലേ അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങളെപ്പോഴും പറയും, ഇപ്പോൾ അബി എപ്പോഴും പറയും, ഞാനും നന്ദും. ഇപ്പോൾ നന്ദുവിന് ഇടയ്ക്കാണ് അനന്തപുരിയൊക്കെ ഷൂട്ട് ഉണ്ടാവും, അപ്പോൾ എപ്പോഴെങ്കിലും വരുള്ളൂ. അപ്പോൾ സെറ്റിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഫുൾ ടൈം ഒരുമിച്ചിരിക്കാൻ. അപ്പോൾ നന്ദു വന്നു, ഇനി അവൾക്ക് നമ്മളെ മൈൻഡ് ഉണ്ടാവില്ല, അങ്ങനെയാണ്. അപ്പം എല്ലാവർക്കും അറിയാം നന്ദു വന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ആ സെറ്റിൽ ഏറ്റവും കൂടുതൽ കൂട്ടാപ്പ് ആരെയായിട്ടാ നമുക്ക് ഉണ്ടായിരിക്കും? നമുക്ക് ഇങ്ങനെ ഒരു ബെസ്റ്റി എന്നൊക്കെ പറയില്ലേ, അത് ഇവരാണ്. അതായത് നന്ദും ലക്ഷ്മി, നമ്മൾ 3 പേര് തന്നെയാണ് എപ്പോഴും ആവരുത്. കുറച്ചും കൂടെ നന്ദുമായിട്ടാണ് ഞാൻ ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ളത്, അതായത് പേഴ്സണൽ ടൈം. കാരണം നയനയ്ക്ക് എന്നും ഷൂട്ട് ഉണ്ടാവും, മെയിൻ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ബ്രേക്ക് കിട്ടുമ്പോൾ, ഇപ്പൊ എനിക്ക് ബ്രേക്ക് കിട്ടിയാൽ ഞാൻ ഒന്നില്ലെങ്കിൽ നന്ദുവിന്റെ വീട്ടിൽ പോകും, അവിടെ തന്നെയാണല്ലോ, അവളുടെ വീട്ടിൽ പോകും. അല്ലെങ്കിൽ നമ്മൾ എങ്ങടെയും കറങ്ങാൻ പോകും, അവൾ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ നയനയുടെ കൂടെ, ലക്ഷ്മിന്റെ കൂടെ അത് പറ്റിയിട്ടേ ഇല്ല. അതായത് അങ്ങനെ ഒരു വട്ടത്തെ എൻ്റെ വീട്ടിൽ വന്നിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ആ ഒരു ബ്രേക്ക് കിട്ടാത്തോണ്ട് ചേച്ചിക്ക് അനിയത്തിനെ കാണാൻ കിട്ടുന്നില്ല. അതെ, സീരിയലിൽ കാണുന്ന പോലെയല്ല, തീരെ കിട്ടുന്നില്ല എന്നൊക്കെ. നന്ദുമായിട്ടാണ് കുറച്ചുകൂടെ ഒരു ബെസ്റ്റി. ഓക്കെ, ഇനി അമ്മ കനക, നീന ചേച്ചി. എന്റെ സ്വീറ്റ് ഹാർട്ടാണ്, ഞാൻ നീനാമാന്നാ വിളിക്കുന്നത്. അതായത് ഭയങ്കര കണക്ഷനാണ്. നമ്മൾ എത്ര പേര് ചോദിക്കുന്നു നിങ്ങൾ ശരിക്കും അമ്മ മോളാണോ ചോദിക്കും. അതായത് ഭയങ്കര സ്നേഹ, ഭയങ്കര സപ്പോർട്ടാ, എന്തോ ഭയങ്കര ഇഷ്ടം. എനിക്ക് 10 ഒരു 11 കൊടുത്തോ. ശരിക്കും നീന ചേച്ചി അതായത് റിയൽ ലൈഫിൽ ഭയങ്കര ഒരു കാമായിട്ടുള്ള ആളാണ്. ഇപ്പൊ നമ്മള് അമ്മയുടെ മീറ്റിങ്ങിനൊക്കെ പോയപ്പോ കണ്ടപ്പോ നമ്മളെ മുൻപ് എപ്പോഴോ പരിചയമുള്ള ആളെ പോലെ സംസാരിക്കുക. ഭയങ്കര സ്നേഹം, അത് ഭയങ്കര സ്നേഹ. നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ 3 പെൺകുട്ടികളോട് ഭയങ്കര സ്നേഹം ആണല്ലേ. ശരിക്കും നിങ്ങൾ അമ്മയെ പോലെ തന്നെയാണ്. എപ്പോഴും കെട്ടിപ്പിടിച്ചിട്ടും ഉമ്മ തന്നിട്ടും, അല്ലെങ്കിൽ എന്തെങ്കിലും മോൾക്ക് ഇത് വേണം, മോൾക്ക് ഈ മാല വേണം, മോൾക്ക് ഈ സാരി വേണം, ഇതെടുത്തോ, അല്ലെങ്കിൽ അത് എപ്പോഴും എന്തിനാ ഐസ്ക്രീം കഴിക്കുന്നുണ്ട്, ഐസ്ക്രീം എടുത്തു, അങ്ങനെ ഭയങ്കര സ്നേഹം. ഓക്കെ, ആദർശേട്ടൻ നമുക്കൊരു എന്താ പറയാ, ഒരു എന്താ പറയാ, എല്ലാത്തിനും ഒരു സൊല്യൂഷൻ തരുന്ന ഒരു ടൈപ്പാണ്. അതായത് നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ ഭയങ്കര എന്താ ഒരു ഏട്ടൻ,
ഒരു ഏട്ടന്റെ സ്ഥാനത്ത് നിന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ മോളെ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ഈ ഷെയർസിലൊക്കെ ഇതിലൊക്കെ ഇടണം. ഏട്ടൻ കാരണമാണ് ഞാൻ ഷെയർസിലൊക്കെ ചെറുതായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണമെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ട്രിവാൻഡ്രത്ത് നല്ല ഫുഡ് എവിടെ കിട്ടും, എവിടെ പോകണം, അല്ലെങ്കിൽ ഇതിന് എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ, അങ്ങനത്തെ എല്ലാത്തിനും നമുക്കൊരു ഹെൽപ്പിംഗ് ഹാൻഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ആദർശിന്റെ ഫസ്റ്റ് ക്രഷാണ് കേട്ടോ ഇരിക്കുന്നത്. അത് പറയട്ടെ. അതെ, കഥയിൽ പിന്നെ എപ്പോഴും റൂട്ട് മാറിപ്പോയി. അഭി നൈസായിട്ട്. അതെ അതെ. ഇനി നെക്സ്റ്റ് അഭി. അഭിയോ? അഭി സത്യം പറഞ്ഞ അഭി, ഞാനും അഭിയും ഭയങ്കര സ്നേഹമാണ്. എന്നാൽ അടി ഉണ്ടാക്കുന്നത് ഞങ്ങളാണ്. അതായത് അടി കൂടുകയാണെങ്കിൽ ഞാനും അഭിയാണ്. കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ അടിയാവും. എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കൂടെ അടിയാവും. എന്നിട്ട് പക്ഷെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ചിരിച്ചിട്ട് ഇങ്ങനെ ചിരിച്ചിട്ട് സോൾവ് ചെയ്യും. അങ്ങനെ അതായത് ടോം ആൻഡ് ജെറി മാതിരി. അതായത് നല്ല സ്നേഹം. സീരിയലിലെ ക്യാരക്ടർ പോലെ തന്നെയല്ലേ. പക്ഷെ സ്നേഹമില്ലല്ലോ അഭിക്ക്. പക്ഷെ ആകാശിന് സ്നേഹമുണ്ട്. അപ്പോൾ ഞാനും അവനും എന്താ പറയുക, നല്ല സ്നേഹമാണ്. ഇതാണ്. പക്ഷെ ഞങ്ങൾ അടിയും കൂടും, സോൾവ് ചെയ്യുകയും ചെയ്യും. അങ്ങനത്തെ ഒരു ടൈപ്പ്. നന്ദുവും പിന്നെ അതുപോലെ എന്താ പറയുക, അമ്മയായിട്ടുള്ള കനകയാണ് സ്കോർ ചെയ്തത്. 11 അമ്മയ്ക്ക് കൊടുത്തത്. ഓക്കെ. ഇനി അനി. അനി എൻ്റെ നാട്ടുകാരനാണ്. ഞങ്ങൾ ഒരേ നാട്ടുകാരാണ്. അവൻ വാണിയംകുളം, ഞാൻ ഒറ്റപ്പാലം. ഞങ്ങൾ ഒരുമിച്ചൊരു സിനിമ ചെയ്ത്, ഞങ്ങൾ ഇറങ്ങാൻ പോണ സിനിമയിൽ ഞങ്ങൾ രണ്ടുപേരും ചെയ്തിട്ടുണ്ട്. അനി അപ്പോൾ എപ്പോഴും പറഞ്ഞാൽ സ്വദേശി, അത് പറഞ്ഞു കഴിഞ്ഞാൽ കോമഡി, സ്വദേശി ബയ്യാന്നാണ് ഞാൻ വിളിക്കുന്നത്. അതായത് നമ്മൾ ഒരേ നാട്ടുകാരോട് നമ്മൾ അങ്ങനെ വിളിക്കുന്നത്. അപ്പോൾ അവനായിട്ട് ഭയങ്കര കണക്ഷൻ. അവനാണ് എൻ്റെ വീഡിയോസ്, ഫോട്ടോസ്, അതായത് അവിടുത്തെ നമ്മുടെ റീൽസും ഇതൊക്കെ എടുത്തിരുന്ന മെയിൻ ആണ്. ഇതെല്ലാവരും ചോദിക്കലുണ്ട്, ഫോട്ടോ എടുക്കുന്നതൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അവന് ഞാൻ എടുത്തു കൊടുക്കും, ഞങ്ങൾക്ക് അവൻ എടുത്തു തരും. അങ്ങനെയാണ്. അപ്പോൾ എല്ലാ ഫോട്ടോസും വീഡിയോസും ഒക്കെ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന കാര്യം, വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടർ. ഓക്കെ. അപ്പൊ മാർക്ക് എത്ര കൊടുക്കും? 9. 9 കുറവ് മാർക്ക് ആർക്കും ഇല്ലേ? അല്ല, എനിക്ക് നിർബന്ധമില്ല, ഞാൻ ചോദിച്ചോന്നുള്ള. എല്ലാരും ഭയങ്കര അടിപൊളിയാണല്ലേ. ഇനി അടുത്തത് ദേവയാനി. ദേവയാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എന്താ പറയാ, എല്ലാരോടും സ്നേഹമാണ്. ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ട്, അല്ലെങ്കിൽ ഇതുമാണ്. അതായത് മോൾക്ക് ഇത് വേണോ, അല്ലെങ്കിൽ ഇതെടുത്തോ, അല്ലെങ്കിൽ ഇത് ചെയ്തോ, അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കര എന്താ പറഞ്ഞാൽ, ആരും സ്നേഹമില്ലാത്ത ഒരു വ്യക്തി പോലും നമ്മുടെ സെറ്റിൽ. സത്യമായിട്ട് ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത്. അതായത് എല്ലാവർക്കും ആ ഒരു, നമുക്ക് അങ്ങനെ സെറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അവരെ കാണണ്ടേ എന്നുള്ളൊരു ഫീലിംഗ് വരില്ല. എല്ലാവരും നമുക്ക് അത്ര ഇഷ്ടം കെട്ടിപ്പിടിച്ചിട്ടും ഉമ്മ വെച്ചിട്ടും ഒക്കെ അങ്ങനെയാണ്. 9 കുറവ് ആർക്കും കൊടുക്കാൻ പറ്റില്ല. അതെ, മാർക്ക് 9 തന്നെ അല്ലേ. ഓക്കെ. ഇനി മുത്തശ്ശൻ. നിങ്ങളുടെ മുത്തശ്ശൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുത്തശ്ശൻ എനിക്കിനെ കൃഷ്ണ വിളിക്കുന്നത്. മുത്തശ്ശൻ അത്ര പ്രായമൊന്നുമില്ല. ലൈക്ക് വൈറ്റ് വിയേർഡും ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് അത്ര പ്രായമൊന്നുമില്ല. എനർജറ്റിക് ആണെന്ന് മനസ്സിലായി. കാരണം സീരിയലിൽ കാണുന്ന പോലെയല്ല. അതാ ഞാൻ പറഞ്ഞു. ഇപ്പൊ ഏറ്റവും അവിടെ ചെറുതാരാ? ഏറ്റവും ചെറുത് നന്ദു തോന്നുന്നു. ഏറ്റവും വലുത് മുത്തശ്ശി. അപ്പൊ മുത്തശ്ശി തൊട്ടിട്ട് നന്ദു വരെ നമ്മളെല്ലാരും ഒരേപോലെ ഇങ്ങനെ വട്ടത്തിൽ ഇരുന്നിട്ടാണ് നമ്മള് കോമഡി പറയുക, അല്ലെങ്കിൽ ഡബിൾ മീനിങ്സ് പറയുക, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം. അപ്പൊ അങ്ങനെ നമുക്ക് തോന്നില്ലോ, അയ്യോ മുത്തശ്ശി നമുക്ക് പറയാൻ പറ്റില്ല, അങ്ങനത്തെ തോന്നില്ല. എല്ലാരും ഒരേപോലെ. അപ്പൊ മുത്തശ്ശൻ എത്ര മാർക്ക് കൊടുക്കും? മുത്തശ്ശനും പാവം 9. 9. മുത്തശ്ശൻ നമ്മള് ഭയങ്കര കാര്യമായിട്ട് നമുക്ക് ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരും. ട്രിവാൻഡ്രം തന്നെ വീട്. ഫുഡൊക്കെ ഉണ്ടാക്കി ഭയങ്കര കൈപ്പുണ്യ. അപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരും. നമ്മള് ഭയങ്കര സ്നേഹം. മാർക്ക് 9. ഇനി നിങ്ങളുടെ ലാസ്റ്റ് അമ്മായിമ്മ ജലജ എന്ന് പറയുന്ന എല്ലാവർക്കും എനിക്ക് തോന്നുന്നു അതറിയാനാവട്ടെ. എങ്ങനെയുണ്ട് ജലജ? ഇവര് ഓൾറെഡി സീരിയലിൽ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമെന്നൊക്കെ. ജലജ ഭയങ്കര വൈബാണ്. ആണല്ലേ. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഒപ്പിച്ചോണ്ടേയിരിക്കും. അങ്ങനത്തെ ഒരു ഫൺ സീരിയലിൽ അങ്ങനെ തന്നെയല്ലേ. അങ്ങനത്തെ ഒരു ഫൺ ടൈപ്പാണ്. പക്ഷെ നല്ല സ്നേഹം ഇതൊക്കെയാണ്. ഞാനിപ്പോ പറയണ വെക്കുമ്പോ ആൾക്കാർക്ക് എല്ലാരും ഭയങ്കര സ്നേഹമാണ്. അതായത് എല്ലാരും ഭയങ്കര സ്വീറ്റ് ആണ്, നല്ലതാണ്. ഇങ്ങനെ അതാ പറഞ്ഞ ഇപ്പൊ 1.5 വർഷമായിട്ട് നമ്മള് ആരും തമ്മിൽ ഒരു പ്രശ്നം പോലും ഉണ്ടായില്ല. ഈ ടച്ച് വിട് ഇപ്പൊ പറഞ്ഞു ഇപ്പൊ നാളെ സെറ്റ് ചെല്ലും പാടി. അതായത് അങ്ങനെയാണ്. അപ്പൊ ജലജയ്ക്ക് കൊടുത്തോ 9.5 കൊടുത്തു. 9.5 മാർക്ക്. ഇതിപ്പോ എല്ലാരും ഞാൻ നോട്ട് ചെയ്തിട്ട് കഴിഞ്ഞു. ഇതിപ്പോ പറഞ്ഞു വരുമ്പോ സീരിയലിലെ ക്യാരക്ടർ പോലെ തന്നെ ഏകദേശം എല്ലാവരുടെയും സ്വഭാവം അല്ലേ. അതായത് ഒരുവിധൊക്കെ ഇപ്പൊ ജലജ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉണ്ടല്ലോ, ആണല്ലേ. അമ്മായിമ്മയും മരുമക്കളും തമ്മിൽ, അല്ലെങ്കിൽ ഇപ്പൊ ഞാനും ജലജയാണെങ്കിലും ഭയങ്കര കണക്ഷനാ. ഇപ്പൊ ദേവയാനി നയനയാണെങ്കിലും ഭയങ്കര കണക്ഷനാ. എന്നാലും എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവരും ഇപ്പൊ നമ്മൾ സീരിയലിൽ കാണുന്ന ക്യാരക്ടർ പോലെ തന്നെ. അതായത് കുറച്ചൊരു ഡിഫറൻസ് ഉണ്ടെന്നുള്ളൂ. എല്ലാവർക്കും വൈബാണ്.
അവരൊക്കെ ഇനി ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 9 മാർക്കൊക്കെ തന്നെ കയ്യിലെടുക്കാൻ വേണ്ടി തന്നതാ സത്യം പറഞ്ഞാലേ, അല്ലെങ്കിൽ തരുമൊന്നുമില്ല എന്നൊക്കെ. ഇന്റർവ്യൂ പുറത്തു വരുന്ന കാരണന്നൊക്കെ 9 മാർക്ക് കൊടുക്കുന്നേ. സത്യമായിട്ടും കുറവ്, ഞാൻ സത്യമായിട്ടും കുറവ് ആർക്ക് കൊടുക്കാൻ, എല്ലാരും നല്ല. ഇപ്പൊ നവ്യ പുറത്തു പോയതിനു ശേഷം, അതായത് പത്രമാറ്റിൽ വന്നതിന് ശേഷം പുറത്തു പോയിട്ട് ഇങ്ങനെ ഈ അതായത് ഓഡിയൻസിന്റെ ഇടയിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായ ഒരു പറയാൻ പറ്റിയ എന്തെങ്കിലും ഒരു ഓർമ്മ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ തോന്നിയിട്ടില്ല. ഒന്ന് കോഴിക്കോടല്ലേ, കോഴിക്കോട് ഒരു പ്രോഗ്രാം, ഈ 2 സീരിയലിന്റെ ലോഞ്ച് പ്രോഗ്രാമിന് പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഓഡിയൻസിന്റെ ഒരു റിയാക്ഷൻ. നമ്മുടെ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് പോണ സമയത്ത് അവർ വെയിറ്റ് ചെയ്യുക സെൽഫി എടുക്കാൻ ഇതിന്. അപ്പോൾ കണ്ട റിയാക്ഷനിലാണ് എനിക്ക് തോന്നുന്നു സീരിയൽ സ്റ്റാർട്ട് ഏറ്റവും ഗ്രേറ്റ്ഫുൾ ആയിട്ട് തോന്നിയൊരു മൊമെന്റ്, വൺ ഓഫ് ദ മൊമെന്റ് അതാണ്. അതായത് എന്താ ആൾക്കാരുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ, ഞാൻ ലൈക്ക് ഐ ഡോണ്ട് ഫീൽ ഐ ഡിസേർവ് ദാറ്റ്. അത്രത്തോളം ആ സംഭവത്തിന് അങ്ങനെ ഒരു ഫീൽ ചെയ്ത ഒരു മൊമെന്റാണ് അത്. ഭയങ്കര സ്നേഹം, വെയിറ്റ് ചെയ്തിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് നമ്മളുടെ ജസ്റ്റ് ഒരു സെൽഫിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. കോഴിക്കോട് ഓഡിയൻസ് അടിപൊളിയായിരുന്നു. അതൊന്ന് പിന്നെ ഈ ഏതൊരു അമ്പലത്തിൽ പോയപ്പോൾ ഒരു മുത്തശ്ശി വന്നിട്ട്, അപ്പോൾ ചന്ദനൊക്കെ ഇട്ടുണ്ടായിരുന്നു. ചന്ദനം ഫുള്ളിൻ്റെ മുഖത്തായ, അതായത് ഫുള്ള് ഉമ്മൊക്കെ വെച്ചിട്ട് അയ്യോ മോളെ എന്തോ അങ്ങനെയാണ് എന്തോ ആണെന്ന് കൊണ്ട് ഇങ്ങനെ ഉമ്മയൊക്കെ തരും. ഇവിടെ ഒക്കെ വന്നിട്ട് ഇവിടെയൊക്കെ ചന്ദനം ഇരുന്നിട്ട് ഞാനിങ്ങനെ തുടച്ച്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ മൊമെന്റ്സ് ഭയങ്കര നമുക്കിങ്ങനെ തോന്നും. താങ്ക് യു എന്ന് തോന്നില്ലേ നമ്മൾക്ക് യൂണിവേഴ്സിനോട്. നവ്യയുടെ ക്യാരക്ടർ അത്ര അടിപൊളിയായ കാരണമാണ് ഞാൻ പറഞ്ഞില്ലേ, നെഗറ്റീവ് ആണെങ്കിലും ഓഡിയൻസ് ഇഷ്ടപ്പെടുന്ന ക്യാരക്ടർ. അതെ, കുറച്ച് അസൂയും കുറച്ചൊരു കുനിട്ടും അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ ചില സമയത്ത് അഭിയോടൊക്കെ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് പറയുന്നുണ്ടല്ലോ, ബോൾഡായിട്ട്. അതാണ് മെയിൻ എനിക്ക് തോന്നിയിട്ടുള്ളത് ആൾക്കാർക്ക് കുറച്ചുകൂടെ ഇഷ്ടം. അതായത് ചില കാര്യങ്ങൾ ഇപ്പോഴത്തെ പെൺകുട്ടികളും അവരൊക്കെ കുറച്ചും കൂടെ ബോൾഡ് അല്ലേ, ലൈക്ക് ദേ നോ വാട്ട് ദേ ഡിസേർവ് അല്ലേ. അപ്പോൾ അഭിയോട് ഞാൻ അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഈ നയനോടുള്ള കുശുമ്പ് ഇത് മാത്രമാണ് ആൾക്കാർക്ക് ഇഷ്ടമില്ലാത്തത്. ബാക്കി എല്ലാവരുടെ ഞാൻ കൊടുക്കുന്ന റിയാക്ഷൻ കറക്റ്റാണ്. അപ്പൊ അമ്മായിയമ്മയാണെങ്കിലും അഭിയാണെങ്കിലും ഒക്കെ പറയേണ്ട കാര്യം മുഖത്ത് നോക്കിയിട്ട് പറയുക, അല്ലെങ്കിൽ ആ ഒരു സംഭവം അത് ആൾക്കാർക്ക് ഇഷ്ടമാണ്. നയനോട് സ്നേഹം വേണം, അത്രേ ഉള്ളൂ. അതിപ്പോ ഇപ്പൊ എനിക്ക് സ്നേഹമുണ്ട്. ഇപ്പൊ കുറച്ച് ഇങ്ങനെ ആയി വരുന്നുണ്ടല്ലേ, പക്ഷെ എപ്പോ വേണമെങ്കിലും മാറാം, വിശ്വാസമില്ല എന്നൊക്കെ. എനിക്കും അറിയില്ല. ഇപ്പൊ നവ്യ തന്നെ പറഞ്ഞ് ഭയങ്കര ബോൾഡാന്ന് പറഞ്ഞു. അതായത് ഇപ്പോ പെട്ടെന്ന് ഇപ്പോ അതായത് എന്തേലും ഇങ്ങനെ മോശമായിട്ട് എന്തേലും ഉണ്ടായി കഴിഞ്ഞാൽ റിയാക്ട് ചെയ്യൂ അങ്ങനെ? ഞാൻ പറയട്ടെ, ഒന്നും വേണ്ട, ഇപ്പൊ ഒരു സീരിയൽ ലൊക്കേഷനിൽ തന്നെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ ചടപടാന്ന് പറഞ്ഞിട്ട് റിയാക്ട് ചെയ്യും? പൊതുവെ ചെയ്യും. അതായത് ഇപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാത്തിനും റിയാക്ട് ചെയ്യേണ്ട കാര്യമില്ല, അതും കാര്യമില്ലാത്ത കാര്യമാണ്. പക്ഷെ റിയാക്ട് ചെയ്യേണ്ട ചില സ്ഥലം ഉണ്ടല്ലോ, അത് റിയാക്ട് ചെയ്യണം എന്നാണ് എനിക്കങ്ങനെ. റിയാക്ട് ചെയ്യാതിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ചെയ്യേണ്ട സ്ഥലത്ത്. അപ്പോൾ വേണ്ടതാണ്, അത് അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യും. അത് സെറ്റിലാണെങ്കിലും ഇപ്പോൾ എനിക്ക് പറയേണ്ടതൊക്കെ പറയും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? നമുക്ക് എന്തെങ്കിലുമൊക്കെ ദേഷ്യം വരുമ്പോൾ ഒക്കെ പറയും. അങ്ങനെ മോശമായിട്ടൊന്നും അങ്ങനെ മോശമായിട്ടുള്ള പറയേണ്ട കാര്യം പറയും. അപ്പൊ എന്റെ ഭാഗത്ത് ശരിയാണ്, വാലിഡ് പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ പറയും. എനിക്ക് അങ്ങനെ പറയാതെ ഇരുന്നിട്ട് ചില സമയങ്ങളിൽ നമ്മൾ മിണ്ടാതിരിക്കുന്നതായിരിക്കും നല്ലത് അല്ലേ, സൈലൻസ് അതായിരിക്കും നല്ലത്. പക്ഷെ ചില സമയത്ത് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ പിന്നെ പ്രശ്നമാവും. അപ്പോൾ പറയും. അങ്ങനെ റിയാക്ട് ചെയ്യാത്ത ടൈപ്പല്ല, റിയാക്ട് ചെയ്യുന്ന ടൈപ്പാണ്. റിയാക്ട് ചെയ്യും. ഓക്കെ, ഞാൻ പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ നമ്മൾ അതായത് ഇൻസ്റ്റഗ്രാം എടുത്തു കഴിഞ്ഞാൽ, അനൂഷയുടെ ഇൻസ്റ്റഗ്രാം എടുത്തു നോക്കി കഴിഞ്ഞാൽ കുറേ ആൾക്കാർ വന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഞങ്ങൾ ആദ്യം വിചാരിച്ചു ഹെയർ വിഗ് ആണോ എന്ന്, പിന്നെ ഇപ്പം മനസ്സിലായ അല്ലെന്ന്. അതെനിക്ക് തോന്നുന്നു ആ ഹെയർ ഓയിൽ കണ്ടിട്ടാണ്. എന്താ ഈ മുടിയുടെ രഹസ്യം? മുടിയുടെ രഹസ്യം ചോദിക്കട്ടെ. മുടിയുടെ രഹസ്യം അമ്മ ഉണ്ടാക്കുന്നത്. അതായത് ഞാൻ ചെറുപ്പം തൊട്ടിട്ട് അമ്മ വീട്ടിൽ കാച്ചുന്ന ഒരു എണ്ണ ഉണ്ട്, അമ്മയും അച്ഛനും കൂടെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ അത് സീരിയൽ വന്നപ്പോൾ എല്ലാവരും ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങിയപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു ഐഡിയ വന്നത്. അതായത് സീരിയലിലൊക്കെ ഇങ്ങനെ ചോദിക്കും, ഇങ്ങനെ ആൾക്കാർ കാണുമ്പോഴും അല്ലെങ്കിൽ ഇപ്പോൾ സെറ്റിൽ കുറേ പേര് ഇപ്പോൾ എണ്ണ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചോദിക്കും എന്താ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ പറയും വീട്ടിലിങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ പറയാം നമുക്ക് കൊണ്ടുവരാം. അങ്ങനെയാണ് നമ്മളിപ്പോൾ അതിങ്ങനെ സെല് ചെയ്യാൻ തുടങ്ങിയത്. അതെ അതെ. എങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നാ കൂടുതൽ ആഗ്രഹം? അതായത് വരാൻ പോകുന്ന ആളാണല്ലോ, അപ്പോൾ ഇങ്ങനെ ഞാൻ എപ്പോഴും ആലോചിക്കുന്ന സംഭവം, എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ടൈപ്പും ചെയ്യുന്ന ആഗ്രഹമുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ പറയില്ല, ഇപ്പൊ കുറച്ച് റിയലിസ്റ്റിക് സിനിമകളുടെ ഒരു ടൈം അല്ലേ. പക്ഷെ എനിക്ക് കുറച്ച് പണ്ടത്തെ ലൈക്ക് ഇപ്പോൾ ഉർവശി ചേച്ചിയൊക്കെ അഭിനയിച്ചിരുന്ന കുറച്ച് ഒരു മീറ്റർ കയറ്റി പിടിച്ചിട്ടുള്ള അങ്ങനത്തെ കുറെ ക്യാരക്ടേഴ്സ് ഇല്ലേ പണ്ടുണ്ടായിരുന്ന, അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഇഷ്ടമാണ്. പിന്നെ റൊമാൻറ്റിക് റോംകോം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ട്രോൾ ആവുന്നുണ്ട്. ഞാൻ സംഭവം പറയുന്നത്, പക്ഷെ എനിക്ക് ആക്ഷൻ ചെയ്യാൻ ഇഷ്ടമാണ്. ആണോ? ആക്ഷൻ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. അതെന്താ പറയാൻ, എന്താ ട്രോൾ പറയാൻ വന്നു കിൽ ബില്ല് പോലത്തെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ വരും ട്രോളോ കിൽ ബില്ല്. അല്ല, നമുക്ക് ഇഷ്ടമുള്ളത് പറയാലോ, അതിനെന്താ ട്രോള് വരുവാണെങ്കിൽ വരട്ടെ.
അതെ, ട്രോളും പബ്ലിസിറ്റിയാണ് അല്ലേ. നവ്യക്ക് ഒരു കഴിവുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. എന്താ? മിമിക്രി ചെയ്യണം നമുക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട്. പോരട്ടെ. കുഴപ്പമില്ല. നിങ്ങൾക്ക് അറിയില്ലല്ലോ നവ്യയുടെ ഇത്രയും കഴിവുണ്ടെന്നൊക്കെ അല്ലേ? കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു. ഇനി കവിത എഴുതുന്നു പറഞ്ഞില്ലേ, അപ്പൊ ഇനി സ്വന്തമായി എഴുതിയ കവിത എന്തെങ്കിലും? ഹിന്ദിയോ? ഹിന്ദിയിലാണ് ആ സാധനം എനിക്ക് ഹിന്ദിയിലെ വരുള്ളൂ. മലയാളത്തിൽ എനിക്ക് സാധാരണ എല്ലാരും മലയാളം, ഞാൻ ഇംഗ്ലീഷിൽ കവിത എഴുതുന്നു കേട്ടിട്ടുണ്ട്, ഹിന്ദി ആദ്യമായിട്ട് കേൾക്കും. ഇംഗ്ലീഷിൽ പോയംസ് എഴുതും, പക്ഷെ ഞാൻ ആ ഒരു ട്യൂൺ എന്ത് ചെയ്യാനാ, എനിക്ക് ഹിന്ദി അറിയുള്ളൂ. ഓക്കെ, പാടിക്കോളൂ. എനിക്ക് മലയാളം അറിയാം, പക്ഷെ മലയാളത്തിൽ എഴുതാറില്ല കവിത. പോരട്ടെ, ഹിന്ദിയിൽ നല്ലൊരു അടിപൊളി കവിത. एक लम्हा पास आ, दूर ना जा दिल मेरा, एक लम्हा पास आ, दूर ना जा दिल मेरा. എങ്ങനെ ഇതൊക്കെ വരുന്നത് ഹിന്ദിയില്? ഫസ്റ്റ് ബ്രേക്കപ്പിന് എഴുതിയ പാട്ടാ. സ്കൂൾ പഠിക്കുമ്പോ ഹിന്ദിയിൽ നല്ല മാർക്ക് ഉണ്ടായല്ലോ. ഞാനൊക്കെ ഹിന്ദി കഷ്ടപ്പെട്ട പഠിച്ചിരുന്നത്. കേന്ദ്ര വിദ്യാലയത്തിൽ നമ്മൾ ആർമി സ്കൂളൊക്കെ ആയതുകൊണ്ട് ഹിന്ദി നമുക്ക് ആണ്. ഓ, KV പഠിച്ചതിന്റെ ഗുണാണ് ഹിന്ദിയില്. ഞാനും വിചാരിച്ചു പെട്ടെന്ന് കവിത ഹിന്ദിയിൽ എന്ന് പറഞ്ഞപ്പോ ഓക്കെ, കൊള്ളാം. ഹിന്ദിയൊക്കെ അടിപൊളിയായി ചെയ്തു. ഫസ്റ്റ് ബ്രേക്കപ്പ് ആയപ്പോ എഴുതിയാണ്. അതും ഹിന്ദിയില്. അല്ല, ഹിന്ദിയിൽ കവിതയൊക്കെ പാടി. ഇതിന്റെ മീനിങ് എന്താ? ബ്രേക്കപ്പിൽ എഴുതിയെന്നും പറഞ്ഞു. അപ്പൊ അതിന്റെ മീനിങ് എന്താ? അതിന്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏക് ലംഹ പാസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഒരു മൊമെന്റിന്, ഒരു സെക്കൻഡിന് അടുത്തേക്ക് വാ, ദൂരനാജാ ദിൽമേര പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് എന്നെ വിട്ടിട്ട് പോവല്ലേ എന്നുള്ള സംഭവം. പെഹലി ബാർ ഹെ ആഖിരി ബാർ ആവിജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലൈക്ക് ഈ ഒരു ഫീലിംഗ്, ദിസ് ഇസ് ഹാപ്പനിങ് ഫോർ ദ ഫസ്റ്റ് ടൈം, ഇത് എനിക്ക് ആദ്യമായിട്ടാണ് ഉണ്ടാകുന്നത്, പക്ഷെ അവസാനമായിട്ട് നീ ഒന്ന് വന്നിട്ട് പോകും. അതാണ് അതിന്റെ മീനിങ്. അത് അത്രയും വിഷമത്തോടെ എഴുതിയതാണ് അല്ലേ? നമ്മുടെ എന്താ പറയാ, ദിലീപേട്ടൻ കവിത എഴുതിയത് ഓർമ്മ ഉണ്ടോ? ഇളങ്കാറ്റിൽ തേങ്ങാക്കുലകൾ ആടുന്നു. അതുപോലെ ഇത് ബ്രേക്കപ്പ് വന്നപ്പോ അത്രയും സങ്കടപ്പെട്ട് എഴുതിയതാന്നൊക്കെ. ആൾക്കാർക്ക് ഇതൊന്നും അറിയണ്ടാവില്ല അല്ലെ? നവ്യ എന്തൊക്കെ ചെയ്യുന്ന, ഡാൻസ് കളിക്കും, പാട്ട് പാടും, കവിത എഴുതും, മിമിക്രി ചെയ്യും, എല്ലാം ഉണ്ട്. സകലകല വല്ലഭയാണല്ലേ. ഈ ബ്രേക്കപ്പിനെ കുറിച്ച് പറഞ്ഞല്ലോ, എത്രാം ക്ലാസ് സ്കൂൾ പഠിക്കുമ്പോഴാണോ കോളേജ് പഠിക്കുമ്പോഴാണോ? സ്കൂൾ പഠിക്കുമ്പോൾ ആണ്. സ്കൂൾ പഠിക്കുമ്പോൾ 10ാം ക്ലാസ് ആ സമയത്ത് ഒരു ഭയങ്കര സങ്കടമായപ്പോൾ എഴുതി പാട്ട്. 10ാം ക്ലാസ് പഠിക്കുമ്പോഴേ ഞാൻ ഓർമ്മയുണ്ട്. ഒരു ലഞ്ച് ബ്രേക്കിന് ചുമ്മാ അങ്ങനെ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല, സങ്കടമായിട്ട്. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ ഇരുന്നപ്പോ ഒരു ട്യൂണ് കൊള്ളാലോ, അപ്പൊ ചുമ്മാ ഇട്ടിട്ട് പോയി എഴുതി വന്നപ്പോ ലൈക്ക് അത് ഉണ്ട്, 2-3 പാരഗ്രാഫ് ഉണ്ട്. അപ്പൊ അത് എഴുതി വന്നു, പക്ഷെ അടിപൊളിയായി. ഞാൻ ക്ലാസ്സിലൊക്കെ പാടുമായിരുന്നു. ഇപ്പോഴും എന്നെ ഫ്രണ്ട്സ് കളിയാക്കും, ഏക് ലംഹ പറഞ്ഞിട്ട് കളിയാക്കും. ഇപ്പൊ സീരിയലിലൊക്കെ വന്നതിന് ശേഷം ഭയങ്കര അറിയപ്പെട്ടല്ലോ. അപ്പൊ ഈ ബ്രേക്കപ്പ് ആയ ആളെ പിന്നെ എപ്പോഴും കണ്ടിട്ടുണ്ടോ? അതായത് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, സ്റ്റിൽ ഫ്രണ്ട്സ് ആണ്. ഫ്രണ്ട്സ് എന്ന് പറയാൻ പറ്റില്ല, ബട്ട് നല്ല കോണ്ടാക്റ്റിലാണ്, ഹെൽത്തി ആയിട്ട്. ഇപ്പോഴും സങ്കടപ്പെടാറുണ്ടോ ആലോചിച്ചിട്ട്? ഇടയ്ക്കൊക്കെ ചിലപ്പോ അങ്ങനെ ഓർമ്മ വരുമായിരിക്കും. കാരണം ആദ്യത്തെ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചൊരു ഇതുണ്ടാവുമല്ലോ, ഫസ്റ്റ് എന്ന് പറയുമ്പോ അതിന്റെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ അങ്ങനെ എഫക്ട് ചെയ്യുന്ന രീതിക്കൊന്നുമില്ല, ഇടയ്ക്ക് ഓർമ്മയൊക്കെ വരത്തുള്ളൂ. അതെ. ഇപ്പൊ റിലേഷൻ അങ്ങനെ ഇല്ല, ഇപ്പൊ ഞാൻ സിംഗിൾ ആണ് ഗൈസ്, ഞാൻ സിംഗിൾ ആണ്. ഓക്കെ. ഈ മാരേജ് ഒക്കെ ഇപ്പൊ അടുത്തുണ്ടാവോ? എനിക്കങ്ങനെ എന്താ പറയാ, സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാണ് കല്യാണം കഴിക്കാൻ. വളരെ ഓണസ്റ്റ് ആയിട്ട് പറയാം, എനിക്ക് കല്യാണം കഴിക്കാൻ പേടിയാണ്. അതുകൊണ്ട് കല്യാണം ഒന്നും ഉണ്ടാവും തോന്നുന്നുണ്ട്. എന്തായാലും ഇപ്പൊന്നും ഇല്ല, എന്തായാലും ഇല്ല. വീട്ടിൽ നിന്ന് നിർബന്ധിക്കലും അങ്ങനെ ഇല്ല. അത് കല്യാണത്തിന് നിർബന്ധിച്ചിട്ട് കാര്യമില്ലല്ലോ. ഭാഗ്യം എൻ്റെ നല്ലൊരു ഫാമിലി ആയതുകൊണ്ട് അവർ കല്യാണത്തിന്റെ കാര്യത്തിന് കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർക്ക് ആഗ്രഹമുണ്ട് ഞാൻ കല്യാണം കഴിക്കണം, സെറ്റിൽ ആവണം, പ്രായമായി വരുന്നു എന്നൊക്കെ അവർ പറയാറുണ്ട്. പക്ഷെ ഫോഴ്സ് ചെയ്യൂല, കാരണം എൻഡ് ഓഫ് ദ ഡേ നമ്മളല്ലേ ജീവിക്കണ്ടേ. അപ്പോൾ എന്റെ ടൈം ഞാൻ പറഞ്ഞിട്ടുണ്ട്, when I find the right person, അപ്പൊ കല്യാണം. ലവ് മാരേജ് തന്നെ ആയിരിക്കും, അറേഞ്ച്ഡ് ആയിരിക്കില്ല? അറേഞ്ച്ഡ് ആയിരിക്കും. എനിക്ക് അറിയണം ആളെ. അതെ, പരിചയപ്പെട്ട് കുറച്ച് സംസാരിച്ച് കുറച്ചുകൂടെ മുന്നൊക്കെ അറിയുന്ന ആളാണെങ്കിൽ അത്രയും നല്ലത്. അതായത് അപ്പൊ കല്യാണത്തിന് വേണ്ടി പരിചയപ്പെടുമ്പോ അതിനേക്കാളും യൂഷ്വലി അറിയുന്ന, അല്ലെങ്കിൽ നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്ന അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പിൽ കല്യാണം എൻ്റെ ആണെന്ന് ആഗ്രഹമാണ് എനിക്ക്. അങ്ങനെയാണ് ഇഷ്ടം, ആഗ്രഹം. അതെ. അപ്പൊ ആഗ്രഹിച്ച പോലെ തന്നെ നടക്കട്ടെ. നവ്യയുടെ ആഗ്രഹം പോലെ തന്നെ സിനിമയിൽ വരട്ടെ. ഇനി നമ്മൾ കാണുമ്പോ സീരിയൽ വേണം, സീരിയൽ വേണ്ടെന്നല്ല, നമ്മൾ ഇനി കാണും. ഇവിടെയാണോ? അതെ. അപ്പൊ ഇനി ആഗ്രഹിച്ച പോലെ തന്നെ ഒരുപാട് ഓഫറുകൾ വരട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്.
for having me.